ചോദ്യം ചെയ്യലിനായി എത്തിയിട്ടുണ്ട്. അത് ശ്രീനാഥ് ഭാസിയാണ്. ദൃശ്യങ്ങളിൽ കാണാം പ്രേക്ഷകർക്ക്. ശ്രീനാഥ് ഭാസിയും ചോദ്യം ചെയ്യലിനായി ഹാജരായിരിക്കുന്നു. 10 മണിയാണ് ഇവർക്ക് സമയം കൊടുത്തിരുന്നത്. ആദ്യം തന്നെ ഷൈൻ ടോം ചാക്കോ 7:50 എത്തി. അതിനുശേഷം ഇപ്പോഴിതാ 8:15 ശ്രീനാഥ് ഭാസിയും എത്തിയിരിക്കുന്നു ചോദ്യം ചെയ്യലിനായി. പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യാവലി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ചോദ്യം ചെയ്യുക ഇവരെ. ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് ഇവരിൽ നിന്നും ശേഖരിക്കാൻ കഴിയുക എന്നതിനാണ്, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യലിനായി ഇവരെ. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. രഘു, രണ്ടാമത്തെ ആളും ഇപ്പോഴിതാ ഹാജരായിരിക്കുകയാണല്ലോ. 10 മണിവരെ ഇവർക്ക് കാത്തിരിക്കേണ്ടി വരുമോ? അതിനുശേഷം മാത്രമേ ചോദ്യം ചെയ്യൽ ആരംഭിക്കുമോ? എന്താണ് വിശദാംശങ്ങൾ? അഭിഭാഷകനൊപ്പം അല്പസമയം മുമ്പാണ് ശ്രീനാഥ് ഭാസി ഇവിടെ ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിലെത്തിയത്. അദ്ദേഹവും മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. നമ്മൾ നിരന്തരമായി പ്രതികരണത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. എന്തോ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് എന്നുള്ളത് വ്യക്തമല്ല. പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നാണ് ഇന്നലെ അറിയിച്ചത്. മാധ്യമങ്ങളോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. ഈ ഹൈബ്രിഡ് കേസ്, ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരുന്നു. പിന്നീട് അത് തനിക്ക് തന്നെ തിരിച്ച് ഒരു ബൂമറാങ് ആകും എന്നുള്ളൊരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരം തന്നെ ആ ഹർജി പിൻവലിക്കുകയായിരുന്നു. കാരണം ആ ഘട്ടത്തിലൊന്നും ശ്രീനാഥ് ഭാസി അടക്കമുള്ള ആളുകളെ ഈ കേസിൽ പ്രതി ചേർത്തിരുന്നില്ല. നിലവിലും ഇവരാരും കേസിൽ പ്രതിയല്ല. എന്നാൽ തസ്ലിമയെ പോലെ നിരന്തരമായി ലഹരി ഇടപാട് നടത്തുന്ന മോശം പശ്ചാത്തലം എന്ന് പറയുന്നത് മുൻപ് സമാനമായ കേസിൽ, കഞ്ചാവ് കേസാണെങ്കിലും ഒപ്പം തന്നെ സ്വർണ്ണക്കടത്ത് കേസ് അടക്കമുള്ള കേസുകളിൽ സംശയത്തിൻ്റെ നിഴലിലുള്ള ഒരു സ്ത്രീയുമായി എന്തിനാണ് നിരന്തരമായി വാട്സാപ്പിലടക്കം ആശയവിനിമയം നടത്തുന്നത്, ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത്? ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ ഒപ്പം തന്നെ സൗമ്യ എന്നുള്ള ഒരു മോഡലിനോടും ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. കീഴ് ഉദ്യോഗസ്ഥർ, ഡെപ്യൂട്ടി കമ്മീഷണർ അടക്കമുള്ള ആളുകളെ അറിയിച്ചിട്ടുണ്ട് ഇവർ ഹാജരായിട്ടുണ്ടെന്ന്. ഒരു പക്ഷേ നേരത്തെ 10 മണിക്ക് മുൻപായി തന്നെ ഉദ്യോഗസ്ഥരെത്തി ഇവരുമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, ഇതിന് പ്രത്യേകമായിട്ടുള്ള ചോദ്യാവലികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ളൊരു വിശദമായ മൊഴി എടുത്ത ശേഷം ഇവരെ വിട്ടയക്കാൻ, നിലവിൽ ഇവർ കേസിൽ പ്രതിയല്ല. അതുകൊണ്ട് തന്നെ അഥവാ സ്റ്റേഷൻ ജാമ്യം ഒന്നും എടുക്കേണ്ട ഒരു നടപടിക്രമങ്ങൾ പോലുമില്ല. കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ ലഭിച്ചാൽ ഇവരെയും കേസിൽ പ്രതി ചേർക്കാം. പക്ഷേ നിലവിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യമില്ല. ഇവരെ മൊഴിയെടുത്ത ശേഷം വിട്ടയക്കാനാണ് സാധ്യത കൂടുതൽ. ഈ തെളിവുകൾ പലരുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബന്ധങ്ങളൊക്കെ പറയുന്നുണ്ട്. കഞ്ചാവ് നൽകിയതായി പറയുന്നുണ്ട്, വിളിച്ചതായി പറയുന്നുണ്ട്, ഫോൺ രേഖകളിൽ അതെല്ലാം ഉണ്ട്. അപ്പോഴും ലഹരി പദാർത്ഥം അവരിൽ നിന്ന് പിടിച്ചെടുക്കാത്തിടത്തോളം കാലം കേസിന് യാതൊരു തരത്തിലും നിലനിൽപ്പില്ല എന്നത് ഒരു വാസ്തവമല്ലേ രഘു? അതെ പറ്റി. കാരണം നമ്മൾ ഈ കൊലപാതകം അല്ലെങ്കിൽ അങ്ങനെ അടിപിടി അടക്കമുള്ള ക്രിമിനൽ കേസുകളിലൊക്കെ ഗൂഢാലോചന തെളിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഗൂഢാലോചന പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോടതിയിൽ പറയാവുന്ന കാര്യമാണ്. ഈ പ്രതികളും അല്ലെങ്കിൽ ഈ ആരോപണ വിധേയരുമായിട്ട് ആളുകളൊക്കെ നിരന്തരം ഫോൺ സംഭാഷണം നടത്തും. അവരുടെ ടവർ ലൊക്കേഷൻ ഒറ്റ സ്ഥലത്താണെന്നൊക്കെ കോടതിയിൽ കേസിനെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പക്ഷേ എക്സൈസ് കേസുകളെ സംബന്ധിച്ചിടത്തോളം, ലഹരി കേസുകളെ സംബന്ധിച്ചിടത്തോളം ഈ ലഹരി വസ്തുക്കൾ ഇയാളോടൊപ്പം പിടിച്ചെടുക്കേണ്ടത് കേസിലെ നിർണായകമായൊരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ഈ ഹൈബ്രിഡ് കഞ്ചാവ് പോലെയുള്ള വസ്തുക്കൾ ലഹരി ഉപയോഗിക്കുക എന്നുള്ളത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പ് മാത്രമാണ്. 1 കിലോയിൽ കൂടുതൽ, 1 കിലോയാണോ അല്ലെങ്കിൽ 2 കിലോ, അതിനകത്തൊരു വ്യക്തത വേണ്ടത്. എന്തായാലും വലിയ എമൗണ്ടിൽ 1 കിലോയിൽ കൂടുതൽ കൈവശം വെച്ചാൽ മാത്രമേ ഈ കേസിൽ വരെ ഉള്ളിൽ ജയിലിലേക്ക് വിടാൻ വേണ്ടി കഴിയുകയുള്ളൂ. പക്ഷേ സിന്തറ്റിക് ഡ്രഗ്, MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ് ആണെങ്കിൽ ഒരംശമുണ്ടെങ്കിൽ തന്നെ അവർക്ക് അറസ്റ്റ് ചെയ്യാം, റിമാൻഡിലാകും. പക്ഷേ ഈ കഞ്ചാവിൻ്റെ വകഭേദം തന്നെയാണ് ഹൈബ്രിഡ് കഞ്ചാവ്. ഒന്നിലധികം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഒന്നിലധികം കഞ്ചാവിൻ്റെ വെറൈറ്റികൾ ചേർത്തുണ്ടാക്കുന്നത്. ഇത് മലേഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതാണ്. മരുന്ന് സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റും വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് നമ്മുടെ രാജ്യത്തേക്കടക്കം നിയമപരമായി കയറ്റി അയക്കുന്ന ഒരു വസ്തു കൂടിയാണ്. അത് നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുവന്ന് ഉപയോഗിക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഇവരെ ജയിലിലേക്ക് വിടാൻ വേണ്ടി സാധിക്കുകയില്ല. മറിച്ച് സിന്തറ്റിക് ഡ്രഗ് പോലെയുള്ള
പോലെയുള്ള MDMA പോലെയുള്ള ഡ്രഗ്സ് ആണെങ്കിൽ അവർക്ക് റിമാൻഡിലേക്ക് പോകാൻ പറ്റുന്ന ഗുരുതരമായ വകുപ്പുകളിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഈ കേസിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ 3 പേരാണ് കേസിലെ പ്രതികൾ. ഒന്ന് തസ്ലിമ, ഇവരുടെ ഭർത്താവ് സുൽത്താൻ, മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ്. ഇവർ 2 പേരുമാണ്, അതായത് തസ്ലിമയും ഫിറോസുമാണ് ഇത് കടത്തിക്കൊണ്ട് വന്നത്, ആലപ്പുഴയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന. ആ സമയത്ത് സുൽത്താൻ അടക്കം വാഹനത്തിലുണ്ടായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ട അയാളെ പിന്നീട് തമിഴ്നാട്ടിൽ നിന്ന് എക്സൈസ് പോയി സാഹസികമായി പിടികൂടുകയായിരുന്നു. നിലവിൽ ഇവർ 3 പേരുമാണ് പ്രതികളായിട്ടുള്ളത്. നമ്മൾ കോടതിയിൽ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിലടക്കം സിനിമാ നടന്മാരുടെ പേരൊന്നും അതിൽ പരാമർശിച്ചിട്ടില്ല. പക്ഷേ ആദ്യഘട്ടത്തിൽ തസ്ലിമ നൽകിയ മൊഴിയിൽ ശ്രീനാഥ് ഭാസി അടക്കമുള്ള ആളുകളുമായി ലഹരി ഇടപാട് നടത്തിയെന്ന് തസ്ലിമയുടെ മൊഴിയുണ്ട്. എന്ന് മാത്രമല്ല, ഇവരുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ, സിനിമാ മേഖലയിലെ മറ്റുള്ള ആളുകളുമൊക്കെയായി നിരന്തരം വാട്സാപ്പിൽ മെസ്സേജുകൾ അയക്കുന്നുണ്ട്, വാട്സാപ്പ് കോളുകൾ വിളിക്കുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഇവർ തമ്മിൽ പണമിടപാടുകളും നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ തസ്ലീമയുമായി കഞ്ചാവ് നിരന്തരം അല്ലെങ്കിൽ അത്തരത്തിൽ ലഹരി വസ്തുക്കൾ വിൽക്കുന്ന സ്ത്രീയുമായി എന്തിനു വേണ്ടിയാണ് ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളൊരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് സിനിമാ നടന്മാരെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. പാലക്കാട് സ്വദേശിനിയായ ഒരു മോഡലിന്റെ കാര്യം കൂടി ഇവരോടൊപ്പം ഹാജരാകാൻ ആവശ്യപ്പെട്ടതായി നമുക്ക് വിവരം ലഭ്യമാണല്ലോ. അവരെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും ലഭ്യമാണോ? ഇത് മുൻപ് ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് ഇവർ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ആളാണോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? അങ്ങനെ അത്ര വലിയൊരു ഫേമസ് ആയിട്ടുള്ള ആളൊന്നുമല്ല. സൗമ്യ എന്നാണ് അവരുടെ പേര്. അവർ എറണാകുളം കേന്ദ്രീകരിച്ച് മോഡലിംഗ് ഒക്കെ ചെയ്യുന്നൊരു യുവതിയാണ്. അവരും ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഞാൻ പറഞ്ഞു വന്നത് ഷൈൻ ടോം ചാക്കോയെ കുറിച്ചാണ്. ഷൈൻ ടോം ചാക്കോ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ അഡിക്ഷൻ സെൻ്ററിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഇതിൽ നിന്നൊക്കെ ഒരു വിടുതൽ വേണം, മുക്തി വേണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം പോയതായിരിക്കാം. ബാംഗ്ലൂരിലാണ് അദ്ദേഹം ചികിത്സയിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ആലപ്പുഴയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുള്ളത്. സൗമ്യയും അല്പസമയത്തിനകം ഹാജരാകാനാണ് സാധ്യത കൂടുതൽ. ഒരു പക്ഷേ മാധ്യമങ്ങളൊക്കെ വരുന്നതിന് മുമ്പ്, ഓഫീസ് തുറങ്ങുന്നതിന് മുമ്പ്, തിരക്കാവുന്നതിന് മുമ്പ് എക്സൈസ് ഓഫീസിൽ കയറാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം 2 സിനിമാ നടന്മാരും. ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടോ? സർക്കിൾ ഇൻസ്പെക്ടർ നേരത്തെ തന്നെ എത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ അല്പസമയം മുമ്പ് എടുത്തതുമാണ്. ഡെപ്യൂട്ടി കമ്മീഷണറോ അസിസ്റ്റന്റ് കമ്മീഷണറോ പോലെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല. അവർ 9 മണിക്ക് ശേഷം 10 മണിക്ക് മുൻപായി മാത്രമേ എത്തുകയുള്ളൂ. കാരണം ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നത് 10 മണിക്ക് ഹാജരാകാൻ വേണ്ടിയായിരുന്നു. അവരൊരു പക്ഷേ നേരത്തെ എത്തി. എത്തിയ കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് തന്നെ സിനിമാ നടന്മാരാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആളുകൾ അവർക്കൊരു അംഗീകാരവും പരിഗണനയൊക്കെ നൽകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ അവരെ അധിക നേരം ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ ഉദ്യോഗസ്ഥർ വേഗത്തിൽ എത്താനുള്ളൊരു സാധ്യതയുമുണ്ട്. എന്തായാലും 10 മണിക്ക് മുൻപേ ഉദ്യോഗസ്ഥരെത്തും. ഇവരൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ചോദ്യാവലികളൊക്കെ തയ്യാറായിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ മൊഴിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ നടപടിക്രമം. ആ മൊഴിയെടുക്കാൻ വേണ്ടി പ്രത്യേകം ഉദ്യോഗസ്ഥരെയൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2-3 സംഘങ്ങളായിട്ട് തിരിഞ്ഞായിരിക്കാം ഇവരെ ചോദ്യം ചെയ്ത് വളരെ വേഗത്തിൽ മൊഴിയെടുത്ത് ഇവിടെ നിന്ന് തന്നെ വിടുതൽ നൽകി വിടാനാണ് സാധ്യത കൂടുതൽ.